മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മത്സര പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം. വിദ്യാദിനം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ സിവിൽ സർവീസ് പരീക്ഷയ്ക്കും വിവിധ എൻട്രൻസ് പരീക്ഷകൾക്കും സജ്ജരാക്കുന്ന വിദ്യാതീരം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന സൗജന്യ സിവിൽ സർവീസ്, റെസിഡൻഷ്യൽ മെഡിക്കൽ എൻട്രൻസ്, IIT, NIT എൻട്രൻസ് പരീക്ഷ പരിശീലനത്തിന് ഇപ്പോൾ അപേക്ഷിക്കാം. അപേക്ഷാ ഫോറം പൊന്നാനിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ്, പൊന്നാനി, പുറത്തൂർ, വെട്ടം, താനൂർ, പരപ്പനങ്ങാടി മത്സ്യഭവൻ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നിന്നും ലഭിക്കും. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫിംസ് ഐഡിയുള്ള മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. ജൂൺ 25-ന് മുമ്പായി മേൽ ഓഫീസുകളിൽ അപേക്ഷ സമർപ്പിക്കണം. ഒരു വിദ്യാർത്ഥിക്ക് ഒരു തവണ മാത്രമേ ആനുകൂല്യത്തിന് അർഹതയുള്ളൂ. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങൾക്ക് 85% മാർക്കോടെ വിജയിച്ചതോ മുൻ വർഷം നടത്തിയ നീറ്റ് പരീക്ഷയിൽ 41% മാർക്ക് ലഭിച്ചവരോ ആയ വിദ്യാർത്ഥികൾക്കാണ് റെസിഡൻഷ്യൽ മെഡിക്കൽ എൻട്രൻസിന് അപേക്ഷിക്കാൻ അർഹത. ബിരുദതലത്തിൽ 60% മാർക്കോടെ വിജയിച്ച മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സിവിൽ സർവീസ് പരിശീലനത്തിനും അപേക്ഷിക്കാം. തിരുവനന്തപുരം പ്ലാമൂടുള്ള സിവിൽ സർവീസ് അക്കാദമി മുഖേനയാണ് സിവിൽ സർവീസിന് പരിശീലനം. അക്കാദമി നടത്തുന്ന എൻട്രൻസ് പരീക്ഷയുടെ മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും അർഹരായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർ താമസിച്ച് പഠിക്കാൻ സന്നദ്ധരായിരിക്കണം. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി, മാത്സ് വിഷയങ്ങൾക്ക് 85% മാർക്കോ അതിനു മുകളിലോ നേടി വിജയിച്ചവർക്ക് IIT, NIT എൻട്രൻസ് പരിശീലനത്തിനും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ ജില്ലാ ഫിഷറീസ് ഓഫീസിൽ ലഭിക്കും. ഫോൺ നമ്പർ 049426666428. PGTV ന്യൂസ്, പൊന്നാനി.